അനേകം പ്രാചീന കലകൾ കൊണ്ട് സമ്പുഷ്ടമാണ് കേരളത്തിൻ്റെ ഗ്രാമങ്ങൾ. അനുഷ്ഠാന കലകളുടെ ഏറ്റില്ലമായ കേരളത്തിൽ നിലനിന്നിരുന്ന മനോഹരമായ ഒരു അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് മുടിയേറ്റ് അരങ്ങേറുക. മുടിയേറ്റ് തുടങ്ങുന്നത് കളമെഴുത്തും കളം പാട്ടിലൂടെയുമാണ്. പ്രകൃതിദത്തമായ നിറങ്ങളിൽ പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് ദേവിയുടെ രൂപം എഴുതുന്നു. ദേവി ചൈതന്യം പകരുന്ന കളം പൂജ, കളം പാട്ട്, തിരിയൊഴിച്ചിൽ എന്നീ ഭക്തിനിർഭരമായ ചടങ്ങുകൾക്ക് ശേഷം കളം മാറ്റുന്നതോടുകൂടി കേളികൊട്ടോടെ മുടിയേറ്റ് ആരംഭിക്കും. ഒരു നാടകത്തിൻ്റെ ഇതിവൃത്തത്തോട് സാമ്യമുള്ള രംഗങ്ങൾ മുടിയേറ്റിലും എഴുതി കാണുന്നു. മുടിയേറ്റിൻ്റെ പാട്ടുകളിൽ തമിഴ് വാക്കുകളും പഴയ പദങ്ങളും നിരവധിയായി കാണാം. മുടി അല്ലെങ്കിൽ കിരീടം, ഏറ്റുക അഥവാ ധരിക്കുക എന്ന പദമാണ് മുടിയേറ്റായി കലാശിച്ചത്. പണ്ട് ദേവാസുര യുദ്ധത്തിൽ നാമാവശേഷമായ രാക്ഷസരുടെ കുലത്തിലുള്ള ദാനവതി, ദാരുമതി എന്നീ സ്ത്രീകൾ അവിടെ നിന്നും രക്ഷപ്പെട്ട് ബ്രഹ്മാവിനെ തപസ് ചെയ്തു. വരഫലമായി ശക്തരായ ദാനവനും ദാരികനും അവർ ജന്മം നൽകി. കുട്ടികൾ യൗവനയുക്തരായപ്പോൾ ബ്രഹ്മാവിനെ തൻ്റെ തപസ് ചെയ്ത് അതിശക്തമായ വരങ്ങളും ആയുധങ്ങളും കരസ്ഥമാക്കി. പിന്നീട് ലോകത്തുള്ള സകല ജനങ്ങൾക്കും നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ദാരികൻ്റെ ദുർവൃത്തികൾ സഹിക്കവയ്യാതെ സകല ദേവന്മാരും ചേർന്ന് കൈലാസത്തിലെത്തി മഹാദേവനെ കണ്ട് സങ്കടം ബോധിപ്പിച്ചു. അവനെ ഒരു സ്ത്രീക്ക് മാത്രമേ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. തൽഫലമായി ബ്രാഹ്മിയെ ബ്രഹ്മാവും, മഹേശ്വരിയെ ശിവനും, കൗമാരിയെ സുബ്രഹ്മണ്യനും, വൈഷ്ണവിയെ വിഷ്ണുവും, വരാഹിയെ യമനും, ഇന്ദ്രാണിയെ ഇന്ദ്രനും സൃഷ്ടിച്ചു. യുദ്ധത്തിൽ അവർ ദാനവേന്ദ്രനെ വധിച്ചെങ്കിലും ദാരികൻ്റെ അതിശക്തമായ ആക്രമണത്തിൽ പിന്തിരിയേണ്ടതായി വന്നു. ഇതറിഞ്ഞ പരമശിവൻ കോപിഷ്ഠനായി തൃക്കൺ തുറന്നു. മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നും അതിശക്തിയായ ഭദ്രകാളി ജന്മം കൊണ്ടു. പിന്നീട് ഭദ്രകാളി ദാരികനോട് ഏറ്റുമുട്ടി അയാളെ വധിക്കുന്നതാണ് മുടിയേറ്റിൻ്റെ ഇതിവൃത്തം. ഇലത്താളവും വീക്കൻ ചെണ്ടയും ചേർന്ന് കൊട്ടുന്ന അരങ്ങ് കളിയിൽ നിന്നും കെട്ടിവയ്പ്പിലേക്ക് നീങ്ങുമ്പോൾ കളിവിളക്കിന് മുന്നിൽ പീഠം കൊണ്ടുവച്ച് തിരശീല ഒരുക്കുന്നു. പിന്നീട് നടക്കുന്ന അരങ്ങുവാഴ്ത്തലിൽ ഗണപതി, സരസ്വതി, ഭദ്രകാളി എന്നീ ദേവതമാരുടെ സ്തുതികൾ പാടുന്നു. നാരദൻ കൈലാസത്തിൽ ചെന്ന് മഹാദേവനോട് ദാരികന്റെ ക്രൂരതകൾ വർണ്ണിക്കുന്ന ഭാഗം മുതൽ മുടിയേറ്റ് തുടങ്ങുന്നു. വിളക്കിന് പ്രദക്ഷിണം വെച്ച് ശിവൻ തിരശീലയ്ക്ക് പിന്നിൽ ഋഷഭ വാഹന സ്വരൂപനായി പീഠത്തിലിരിക്കുമ്പോൾ നാരദർ ദാരികന്റെ ക്രൂരകൃത്യങ്ങൾ വിവരിക്കുന്നതോടെയാണ് കഥ തുടങ്ങുന്നത്. ശിവൻ, നാരദൻ, കാളി, ദാരികൻ, ദാനവൻ, കൂളി, കോയിമ്പിടാർ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അതിനുശേഷം പ്രത്യക്ഷപ്പെടും.
രണ്ടാമത്തെ രംഗത്തിൽ ചുവപ്പ് നിറത്തിലുള്ള ഉടുപ്പണിഞ്ഞ ദാരികൻ ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വേദിയിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് 4 വശങ്ങളിൽ നോക്കി 4 പർവ്വതങ്ങളിൽ നിന്നും എന്ന മാതിരി ദേവിയെ പോരിന് വിളിക്കുന്നു. കാളിയുടെ പുറപ്പാട് തുടങ്ങുന്നത് മുടി തലയിലേറ്റുമ്പോഴാണ്. ആർഭാടത്തോടെ ദേവിയെ അരങ്ങിലേക്ക് ആനയിക്കുന്നു. ദാരികനുമായി ദേവി യുദ്ധം തുടങ്ങുന്നു. ദാരികൻ തോറ്റോടി പാതാളത്തിൽ ദേവി 4 ദിക്കിലും രാക്ഷസനെ തിരഞ്ഞു നടക്കുന്നു. ശേഷം ദാരികനെ പോരിന് വിളിക്കുന്നു. അവിടെ കോയമ്പിടാൻ പ്രവേശിച്ച് കാളിയുമായി സംവാദത്തിലേർപ്പെടും. അതിനുശേഷം ഭൂതത്തിന്റെ അഥവാ കൂളിയുടെ തിരനോട്ടമാണ്. പൂയ് പൂയ് എന്ന് കൂവി മുടിയേറ്റ് കളത്തിലും പരിസരത്തിലും കൂളി ഓടി നടക്കുന്നു. മറനീക്കി പുറത്തു വരുന്ന ദാരികനുമായി ദേവി നടത്തുന്ന ഭീതിജനകമായ യുദ്ധമാണ് പിന്നീട് നടക്കുന്നത്. കാളി ദാരികനെ വെട്ടുകയും അത് സഹിക്കവയ്യാതെ അവൻ ഓടി അകലുകയും ചെയ്യുമ്പോൾ കോപത്തിൽ വിറയ്ക്കുന്ന കാളിയുടെ തലയിൽ നിന്നും കൂളി കിരീടം അഴിച്ചുമാറ്റി ശാന്തയാക്കുന്നു. വാൾ നിലത്ത് കുത്തിക്കുന്നു. കാളിയുടെ തലയിൽ വീണ്ടും മുടിവെച്ച് കെട്ടി കാളി ദാരികനെ വീണ്ടും പോരിന് വിളിക്കുന്നു. പിന്നീട് നടന്ന ഭീകരയുദ്ധത്തിൽ കാളി ദാരികന്റെ തലയിറക്കുന്നു. അവിടെ പ്രത്യക്ഷപ്പെടുന്ന മഹാദേവന്റെ മുന്നിൽ ദാരികന്റെ ശിരസായി സങ്കല്പിച്ച് അയാളുടെ കിരീടം സമർപ്പിക്കുന്നു. അവസാന ഭാഗത്തിൽ നെല്ലും അരിയും നാളികേരവും പീഠത്തിൽ വച്ച് കാളി ഗണപതി പൂജ നടത്തുന്നു. ശേഷം പന്തം ഒഴിയുകയും തെള്ളി എറിയുകയും ചെയ്യുന്നു.
പന്തം കൊണ്ട് ഭക്തരെ ഉഴിഞ്ഞ ശേഷം കളത്തിൽ വച്ച് തനിയെ മുടി അഴിച്ചെടുക്കുന്നു. എന്നിട്ട് വടക്കോട്ട് നോക്കി ഉഴിയുന്നു. മുടി കൊണ്ട് തന്നെ നടക്കലും ഭക്തരെയും ഉഴിഞ്ഞ ശേഷം പീഠത്തിൽ മുടി ചാരി വയ്ക്കുന്നതോടുകൂടി മുടിയേറ്റിന് സമാപനമാവുകയാണ്.